ആരും പരാതി കൊടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ ഇൻഡസ്ട്രിന്നേ കട്ടാവും. അത് പേടിച്ചിട്ട് ആരും വരാത്ത. അയാൾ അത്രമാത്രം എന്നെ ദ്രോഹിച്ചു. എൻ്റെ ആ ഫ്രസ്ട്രേഷൻ ആയിരിക്കും ഞാൻ ഇവിടെ വന്ന് പൊട്ടിത്തെറിച്ചിട്ട് പോയത്. ഒരാൾ സ്നേഹത്തോടെ എന്താണെന്ന് ചോദിച്ചാൽ ഇല്ല ഒന്നുമില്ലെന്നാ പറയും. എന്താണെന്ന് കടുപ്പിച്ച് പാടാൻ പറയും. നിങ്ങളുടെ ആര് സിനിമ ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ ഇനി മലയാള സിനിമ ചെയ്യില്ല. ഇതാണ് അയാൾ എൻ്റെ പറഞ്ഞത്. ഞാൻ അവന് പോടാമായി. സോഹൻലാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിന്നെ തട്ടിക്കളയും, നീ കൊച്ചിയിൽ ഇറങ്ങിക്കാലേ. അവനെ പോടാ. വി ഉണ്ണികൃഷ്ണനും GS വിജയനും. അപ്പോൾ ഇവർ രണ്ടുപേരും ഡയറക്ടറാണ്. അപ്പോൾ ഇവരെ വിളിച്ച് പറഞ്ഞ് ആ ഇന്റർവ്യൂ കളഞ്ഞേ പറ്റുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ അവരിനി ഇവരെ ഒരു പ്രൊമോഷനും വിളിക്കില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ അബദ്ധം പറ്റുന്ന വെച്ചാൽ ഈ പറഞ്ഞ റോബിനുമായിട്ടൊരു കണക്ഷൻ വച്ചു. പക്ഷെ ഞാൻ പരിചയപ്പെടാൻ പാടില്ലായിരുന്നു. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ പറയുന്നത് 90% പടങ്ങളും വിജയിക്കുന്നില്ല എന്ന രീതിയിലാണ് പറയുന്നത്. വിജയിക്കാത്തതിന് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയാണവർക്ക് പൈസ കൊടുത്തില്ലേ പടം പൊട്ടും, ഉറപ്പ്. അത് അങ്ങനെയാ. അപ്പൊ ഈ ജൂൺ 1 പോലെ നിർത്തും എന്ന് പറയുന്നതിനകത്തും ഒരുപാട് പേരുടെ തൊഴിൽ കാര്യങ്ങളെല്ലാം അവിടെ പോസ് ആകും. തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പറഞ്ഞോളൂ. പിന്നെയാണ് ഇനി ഇല്ലാത്തവൻ എവിടെയെങ്കിലും പോയി ഉണ്ടായി ജീവിച്ചോളൂ. തൊഴിലില്ലാത്തവൻ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തവൻ ജീവിക്കും. ഈ തൊഴിൽ വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞിടുമ്പോൾ അവസ്ഥ ചെയ്യുന്നു. അപ്പം തൊഴിലില്ലായിരിക്കുന്നതല്ലേ നല്ലത്. തൊഴിലുള്ളപ്പോഴാണല്ലോ പറഞ്ഞു വിടുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു സാലറി ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനും അതിന് നിയമപരമായിട്ട് സപ്പോർട്ട് കിട്ടും. നിങ്ങളുടെ സംഘടനയിലേക്ക് ഒരുപാട് പേർക്ക് പടം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, അതുവരെ നമുക്കൊരു കാശും കിട്ടാതെ. അല്ല, നമുക്ക് ഇതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ കൊടുക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് അവരല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ പറയില്ലേ, ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ ഇവരൊക്കെ എന്നുള്ളത് എപ്പോഴും പ്രൊഡ്യൂസർമാരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അവരുടെ റേഞ്ചിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുള്ളൂ. ഒരിക്കലും എനിക്കിപ്പോൾ പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് എന്തിനാണ് നേട്ടം? ഒരു നേട്ടമില്ല. ഒരു വിജയിച്ച പടത്തിന് ഇതുപോലെ എന്തെങ്കിലും റെമ്യൂണറേഷൻ തരാത്തുണ്ടോ? പിന്നെ വിജയിച്ച പടത്തിനൊക്കെ പൈസ കേട്ടാണ്. പുറത്തു പറയുന്നില്ല പേര്. നല്ല വിജയിച്ച പടത്തിനൊക്കെ പൈസ കേട്ടാണ്. ഇപ്പൊ നിയമ നടപടികളൊക്കെ ഒരുപാട് നമ്മുടെ പോലീസ് അങ്ങനെ ഞാനൊരു കാര്യം, ഒരു കോടതിയിൽ ഒരു കേസ് ഫയലാണെങ്കിൽ 20,000 രൂപ വേണം. അതും വേണ്ട. ആ 20,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തെ കാര്യം സുഖമായിട്ട് പോകും. കേസ് കൊടുക്കുന്ന എന്തിനാ 25,000 രൂപ? ഞാൻ ഇപ്പൊ ഈ കേസിന് വേണ്ടിട്ട് പോയപ്പോ ഞാൻ ഇപ്പൊ ഒരു കേസിന് വേണ്ടി പോയി. ഞാൻ കേസ് ഫയൽ ചെയ്യുന്നത് അത് വേറെ വരും, അത് വേറെ. പക്ഷെ നമുക്ക് 20,000 രൂപ ചിലവുണ്ട്. ആ ഒരു കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ ചിലവുണ്ട്. കോടതി കെട്ടിവെക്കണം. അല്ല കോടതിയിൽ നമ്മൾ ചുമ്മാ പൈസ ഇല്ലാതെ അവിടെ പോയിട്ടൊന്നും എന്റെ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ കേസ് എടുക്കില്ല. നമ്മൾ പൈസ കെട്ടിവെക്കണം. ഇപ്പൊ വധഭീഷണി വന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനും നമ്മൾ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ അതിൻ്റെ ഒരു വഴിക്കുന്നു. പിന്നെ നമ്മൾ ഈ അടിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കേസ് കൊടുക്കുന്നത് അതിൻ്റെയൊക്കെ സമയം വരുള്ളൂ. നമ്മൾ അങ്ങനെ പേടിച്ച് എന്നായാലും നമ്മൾ മരിക്കും. ചാകുമ്പോൾ അങ്ങ് പോട്ട് നിൽക്കണം. പക്ഷെ അല്ലാതെ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മറ്റേ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കേണ്ട കാര്യം. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് പല സ്ഥലങ്ങളിൽ നിൽക്കുകയാണ്. അതെ അതെ. എപ്പോഴും അല്ല, ഇവിടെ കുറേ ഉണ്ട്. അതാണ് സംഭവം. ചേട്ടൻ എന്തായാലും ഇപ്പം കയറി നമ്മളിപ്പോൾ 23 ഇയേഴ്സ് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നാളും ഇങ്ങനെയാണ് ഈ സഹിച്ചു നിന്നത്? അല്ലല്ല, അങ്ങനെയല്ല. ഇതിലൊരു സംഭവം എന്ന് വെച്ചാലേ നമ്മളിങ്ങനെ പലതും കേട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. എനിക്ക് ഞാൻ പറയാം, ഒരു 10 പടത്തിൻ്റെ സിനിമയുടെ പൈസ എനിക്ക് കിട്ടാണ്ട് നമുക്ക് വേറെ വർക്കുകൾ, കല്യാണ വർക്ക്, പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിതൊക്കെ കളയും, പൈസ കളയും. അപ്പോഴേക്കും നമുക്ക് അടുത്ത വർക്കുകൾ വരും. ഒരു സമയത്ത് 3-4 പടമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു 1-2 പടത്തിൻ്റെ പൈസ കിട്ടുമ്പോൾ നമ്മളിത് കളയും, കിട്ടാത്തതൊക്കെ കളയും. പിന്നെ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാവരുമായിട്ട്. അപ്പം പല കാര്യങ്ങളും പലരെ നോക്കിയിട്ട് നമ്മൾ കളയും. പക്ഷേ എന്തു പറയാൻ, ഈ പാവപ്പെട്ടവരുണ്ട്, അതായത് ഒരു പടം ഒരു വർഷത്തിലൊക്കെ ചെയ്യണവരുന്നുണ്ട്. അവനെ കിട്ടാതിരിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് വിഷമം പറഞ്ഞത്. കാരണം അവൻ ഈ ഒരു വർഷത്തിലാണ് ഒരു പടം ചെയ്യണം. അവൻ്റെ പൈസ കിട്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് വിഷമം. പക്ഷെ അപ്പോൾ അവൻ സംഘടനയിൽ പരാതി കൊടുക്കുമ്പോൾ അവനെ ഒതുക്കി അങ്ങ് മാറ്റും. പിന്നെ ആരും പരാതി കൊടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ ഇൻഡസ്ട്രിന്നേ കട്ടാവും. അത് പേടിച്ചിട്ട് ആരും വരാത്തത്. അത് പേടിച്ചിട്ടാണ്. ഈ ഫിലിമിനകത്ത് അല്ലെങ്കിൽ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നതുകൊണ്ടാണ് ചേട്ടൻ കുറച്ചുകൂടെ ഫെയിം ആയത് ആണ്. അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ ആക്ച്വലി ഞാൻ പറയട്ടെ, എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. ഞാൻ ഷാലു പെയ്യാട് എന്നുള്ള ആളെ അറിയണത് നമ്മുടെ റോബിന്റെ ദിവസം ഇറങ്ങിയതിന് ശേഷം ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു അടിപിടി അതിന്റെ അതോടുകൂടിയാണ് ഞാൻ ആക്ച്വലി. അല്ല, അത് സത്യമാണ്. അത് കാരണം ഇപ്പൊ എന്ത് പറയാം, നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു എന്തായാലും ഒരു നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്തെങ്കിലും ഒരു സാധനം വരുമ്പോൾ 10 നമ്മൾ തിരിച്ച് ശ്രദ്ധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മളാണെങ്കിൽ ആ റൂട്ടിലുള്ള ആൾക്കാരുമില്ല. ഞാനൊക്കെ മര്യാദയ്ക്ക് വല്ലപ്പോഴും ഒരു ഫോട്ടോയൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങനെ നമ്മുടെ കൊച്ചു ലോകത്ത്
സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അവിടെയാണ് ഈ ഒരു വിഷയം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു വിഷയം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം, അയ്യോ നമ്മളെ ഇങ്ങനെ ആൾക്കാർ നമ്മളെ കാണുന്നത് വേറെ രീതിയിലാണെന്നുള്ളത്. അപ്പം നമ്മളെന്താണെന്നുള്ളത് അറിഞ്ഞൂടാത്തവരാണല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ആൾക്കാർ പോലെ നമ്മൾ വാച്ച് ചെയ്യുമായിരിക്കും. നമ്മുടെ ജീവിത രീതി അങ്ങനെയൊക്കെയാണ്. നമ്മൾ അവിടെ നിന്ന് വന്നതുകൊണ്ട് ചേട്ടന് നമ്മളങ്ങനെ ജെന്യൂനായിട്ട് സംസാര രീതിനെ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടോ? പറയുന്ന രീതി, പറയുന്ന ഭാഷ. ഇപ്പോൾ ഒരു ഡോക്ടറായിട്ടുള്ള ഒരാൾ സംസാരിക്കുന്നത് അടുത്ത് ചേട്ടൻ സംസാരിക്കുമ്പോൾ ചേട്ടൻ അങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അതിലൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ജനിച്ചു വളർന്നൊരു സാഹചര്യം ഉണ്ടാകും. എനിക്കിപ്പോൾ ഒരിക്കലും നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഹലോ എൻ്റെ സ്റ്റൈല് മരുന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. എങ്ങനെയാണ് എന്നെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യണവർ അക്സെപ്റ്റ് ചെയ്താൽ മതി. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്നെ ഈ 10 ലക്ഷം 15 ലക്ഷം പേര് എന്നെ തിരിച്ചറിഞ്ഞിട്ട് എനിക്കും തരുന്ന കേട്ടോ. എനിക്കൊരു വർഷത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു വർഷത്തിൽ കൂടി പോയ 10 ലക്ഷം കല്യാണവർക്ക് മതി. അവർക്കൊക്കെ എന്നെ അറിയാം. അങ്ങനെയുള്ളവർ മാത്രമല്ല നമ്മളെ വിളിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഗുരുവായൂരൊക്കെ 300 ഇന്നലെ 77 കല്യാണം കൊണ്ടുണ്ടായിരുന്നു. എടാ 77 കല്യാണം ഉണ്ടായിരുന്നു ഇന്നലെ. ആ 77 കല്യാണം എനിക്കല്ല, അതിൽ ഒരേ ഒരു കല്യാണം അവർക്കാണ് എനിക്കുള്ളത്. അത്രയേ ഉള്ളൂ. നമുക്കുള്ള ദൈവം വാഗീരിട്ടുണ്ടെങ്കിൽ അതിനുള്ള എണ്ണം തരും എന്നുള്ളൊരു പൊളിച്ച. അല്ല നമ്മൾ ഈ നാട്ടുകാരെ മൊത്തം സന്തോഷിപ്പിച്ച് അവരെ നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ജീവിക്കാൻ നിന്നാൽ അതിനെ സമയമുള്ളൂ. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ പ്രതികരിക്കും, സന്തോഷം വന്നാൽ ചിരിച്ച് കാണിക്കും, സങ്കടം വന്നാൽ കരയും. ഇപ്പോൾ മാപ്പ് പറയേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ വന്ന കരഞ്ഞ് മാപ്പ് പറഞ്ഞിട്ട് പോകും. അപ്പോൾ അതുപോലെ ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? റോബിൻ്റെ കാര്യത്തിനകത്ത് ഒരുപാട് ഇൻ്റർവ്യൂസിനകത്തും ചേട്ടൻ ഒരുപാട് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ സമയത്ത് റോബിൻ്റെ ഇൻ്റർവ്യൂവിന് റോബിൻ ഓക്കെ എനിക്ക് ആളാരാ എനിക്കറിയില്ല അത്രമാത്രം പറഞ്ഞു വിടുകയാണ്. അല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അയാൾ അത്രമാത്രം എന്നെ ദ്രോഹിച്ചു. എൻ്റെ ആ ഫ്രസ്ട്രേഷനായിരിക്കും ഞാൻ ഇവിടെ വന്ന് പൊട്ടിത്തെറിച്ചിട്ട് പോയത്. ചുമ്മാ പോണ ഒരാൾ വന്നിട്ട് ബന്ധം പറഞ്ഞിട്ട് പോകും. എന്നെ അത്രയ്ക്കും ഫ്രസ്ട്രേഷൻ അടുപ്പിച്ച് ഞാൻ വന്ന് പറഞ്ഞിട്ട് പോയി, അത്രേ ഉള്ളൂ. അതവിടെ തീർന്നു, ആ വിഷയം അവിടെ തീർന്നു. പിന്നെ നമ്മൾ ആ ഭാഗത്തോട്ടില്ല ഈ ഭാഗത്തോട്ടില്ല, പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഒരു പാരലിലൊക്കെ പോകും, അത്രേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, ഒരു ഫോട്ടോഗ്രാഫറിനെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു. അതെ. അതിനെതിരെ ചേട്ടൻ അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ വഴിയെ പോണ വല്ലികളെയൊക്കെ എടുത്ത് തലേ വയ്ക്കും. അത് എൻ്റെ പണ്ടേ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അവരുടെ അടുത്ത്, ഞങ്ങളെ ഉപദ്രവിച്ച എൻ്റെ ആൾക്കാരെ ഉപദ്രവിച്ചുണ്ടെങ്കിൽ ഒരു ഭീഷണി സ്വരത്തിൽ പറയും. ഭീഷണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിച്ചോളം പേരാണ് തിരുവനന്തപുരത്ത്. ഈ തിരുവനന്തപുരത്തുകാർക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കും. ഉപദ്രവിച്ചാൽ തിരിച്ച് ചങ്ക് പറിച്ചെടുക്കുകയൊന്നുമില്ല, പക്ഷേ നമ്മൾ പ്രതികരിക്കും. അത് പണ്ടേ ഉള്ളത്, നമ്മളെ ബ്ലഡിലുള്ളതാണ്. തിരുവനന്തപുരത്തുകാർക്ക് പൊതുവെ എനിക്ക് തോന്നുന്നു, ഞാനൊക്കെ ജനിച്ചോളുന്ന അങ്ങനെ പക്ക നാട്ടും പറയണം. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ സ്നേഹത്തോടെ എന്താണെന്ന് ചോദിച്ചാൽ ഇല്ല ഒന്നുമില്ലെന്നാന്ന് പറയും, എന്താണെന്ന് കളിപ്പിച്ചൊക്കെ പാടാന്ന് പറയും. അത് നമ്മളങ്ങനെ ശീലിച്ചതാണ്. അതാണ് പ്രശ്നം. ഞങ്ങൾ ശീലിച്ചതാണ്. നമ്മുടെ അടുത്ത് മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, മോഡയാണെങ്കിൽ നമ്മൾ തിരിച്ചതിൻ്റെ അപ്പുറം മോഡയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഫോണിൽ ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു ഇതിന് നമ്മൾ പോലീസ് കേസ് എന്നുള്ള കാര്യം നോക്കി. അപ്പോൾ പബ്ലിക്കായിട്ട് നമ്മളൊരാളെ വധഭീഷണി എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അതിനെന്തെങ്കിലും നിയമപരമായിട്ട് പറയോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് പോയാൽ അയാൾ അങ്ങനെ അവരെ ഉപദ്രവിച്ചോട്ടല്ലേ, ഞാൻ കൊല്ലൂന്ന് പറഞ്ഞിട്ടല്ലോ. നമ്മളിലങ്ങനെ തൊട്ടാ കൊല്ലില്ല, കുറച്ച് നമ്മളിലങ്ങനെ തൊട്ടാ അതങ്ങനെയാണല്ലോ. നമ്മളിപ്പം സെക്രട്ടറിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് നമ്മൾ സമരം വിളിക്കില്ല, അങ്ങനെയുള്ള തുടർന്ന് തന്നെ നമ്മൾ തട്ടത്തൊക്കെ നമ്മൾ പറയും, തട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. പക്ഷെ അതങ്ങനെയാണ്, മനുഷ്യരല്ലേ നമുക്കല്ലേ പറയാൻ പറ്റും. അതെ. നമ്മളൊരു സെഗ്മെൻറ്റിൻ്റെ കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് RRR എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ട്, റിവീലിംഗ്, റിയലൈസേഷൻ, റെസൊല്യൂഷൻ. അപ്പോൾ റിവീലിംഗ് എന്ന് പറയുമ്പോൾ ചേട്ടൻ എന്തെങ്കിലും നമുക്ക് മാഡ് ബ്രാക്ക് ത്രൂ എന്തെങ്കിലും റിവീൽ ചെയ്യാനായിട്ട് ഉണ്ടോ? റിവീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കുള്ള ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടി കാണിക്കാമെന്നല്ല. എനിക്കെന്തെങ്കിലും നല്ലതെന്ന് തോന്നിയാൽ ഞാൻ അത് ചെയ്യും. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യണതിൻ്റെ 10% പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കും. അത് കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, പണ്ട് തൊട്ടുള്ള എനിക്ക് എൻ്റെ ആഗ്രഹമായിരുന്നു. ഞാൻ വന്ന സമയത്ത് നമ്മളെന്ന് ഒരാൾ പോലും സഹായിക്കില്ലേ. അപ്പോൾ നമുക്കത് ആഗ്രഹം തോന്നിയത് എന്തെങ്കിലും നമ്മൾ ആ ലെവലിലെത്തുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയണത് 10%. 1 ലക്ഷം രൂപ ജോലി ചെയ്താൽ 10,000 രൂപ പാവപ്പെട്ടവർക്ക്. അതങ്ങനെ മാറ്റി വെച്ച് ശീലിച്ചു തുടങ്ങിയതാണ്. അതായത് നമ്മൾ പണ്ട് പള്ളിയിൽ കൊടുക്കുക, അതാണ് സത്യം. പള്ളിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര രൂപ കിട്ടിയാലും അതിൻ്റെ ദശാംശം എന്ന് പറയും 10%. ഈ 10% ദൈവത്തിനുള്ളതാണ്. അപ്പോൾ നമ്മൾ വളർന്നു വന്നപ്പോൾ മനസ്സിലായി, ദൈവത്തിന് കൊടുക്കുന്നത് പള്ളിയിലല്ല, ദൈവത്തിന് കൊടുക്കുന്നത് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം.
അങ്ങനെ അത് പിന്നെ കുറേശ്ശെ കൊടുത്തു തുടങ്ങി. അപ്പോൾ കൊടുത്തു തുടങ്ങിയപ്പോൾ പള്ളിയിലുള്ള അവർ ചോദിക്കും, എടേ നീ പള്ളിയിൽ ഇപ്പോൾ ഒന്നും തരില്ല. വീട്ടുകാരും പറയും നിങ്ങളിപ്പോൾ പള്ളിയിൽ നിന്ന് കൊടുക്കില്ല. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് ഇച്ചിരി വീഡിയോ ഇട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പറയുക, ഒരു 5 വർക്കിൻ്റെ പൈസ ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ എനിക്ക് കിട്ടുമ്പോൾ 50,000 രൂപ എനിക്ക് 10% മാറ്റി വയ്ക്കും. ഈ 50,000 രൂപ എടുത്തിട്ട് ചുമ്മാ നമ്മളൊരു 10 പേർക്ക് ഇത് വീതിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരാൾക്ക് ഒരു ക്യാമറ ആണെങ്കിൽ ക്യാമറ വാങ്ങിച്ചു കൊടുത്താൽ അവൻ അതുകൊണ്ടൊരു ജീവിതം കിട്ടുമെങ്കിൽ അതാണ് ഞാൻ അങ്ങനെ പിന്നെ ശീലിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഈ പരിപാടിയൊക്കെ തുടങ്ങിയത്. അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ഗുമ്പിക്ക് കാണിച്ചിട്ട് നന്മയോളി ആ പരിപാടി എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. കാരണം വെച്ചാൽ എന്നെ ഇങ്ങനെ ഭയങ്കര നല്ലവനായിട്ട് ആരും കാണുന്നുണ്ട്. ആ പച്ചയ മനുഷ്യനാണ്. എല്ലാ വികാരങ്ങളും എനിക്കുണ്ട്. അതായത് ദേഷ്യം വന്നാൽ നമ്മൾ ചീത്ത വിളിക്കും. എൻ്റെ നല്ല തെറിവിളിയൊക്കെ ഇഷ്ടംപോലെ വൈറലാണ്. അപ്പോൾ അതുകൊണ്ട് ദേഷ്യം വന്നാൽ നമ്മൾ പൊട്ടിത്തെറിക്കും, സങ്കടം വന്നാൽ കരയും. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ സ്പോട്ടിൽ പ്രതികരിക്കും. അല്ലാതെ മറ്റുള്ളവരെ പോലെ ഒരു മാസം കഴിഞ്ഞിട്ടല്ല പ്രതികരിക്കണം. എന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടാന്ന് പറയും. അതാണ് അത് ശീലിച്ചു വേണ്ടത്. അപ്പൊ 23 വർഷം ഫിലിം ഇൻഡസ്ട്രിയിലുണ്ടായിട്ട് ഇപ്പോഴാണോ? അല്ല, എനിക്ക് ഇപ്പോഴാണ് ഒരു അനുഭവം വന്നത്. ഇപ്പൊ റീസെന്റ് എനിക്ക് അനുഭവം വന്നാൽ ഞാൻ 5ൻ്റെ അന്ന് തന്നെ ഞാൻ പ്രതികരിച്ചല്ലോ. അല്ലാതെ ഞാൻ മറ്റേ ഒരു വർഷത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നില്ലല്ലോ. അല്ലെങ്കിൽ ശരി 1 വർഷം കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുക അവർ കയറ്റുമ്പോൾ. സാധാരണ എല്ലാവരും സസ്പെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ഭയങ്കര സംഭവമായിട്ട് ആരെ അറിയിക്കാറുള്ളത്. എനിക്കങ്ങനെ ഇല്ല. സസ്പെൻഡ് ചെയ്യുന്നത് വലിയ കാര്യമാണ്. നമുക്ക് ദൈവം വാഗിരിയാണ് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള അന്നവും ദൈവം എവിടെയെങ്കിലും കരുതിയിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ ഞാൻ ഇപ്പം ഈ ഓരോ കാര്യങ്ങൾക്ക് ഇടപെടുന്നുണ്ട്. പാവപ്പെട്ട ഒരുപാട് പേരെ വീടുകളിൽ പോകണം. അപ്പോഴാണ് മനസ്സിലാവുന്നത് ദൈവം നമ്മളെയൊക്കെ എന്തോരം വളർത്തി വിട്ടിരിക്കണം. എന്നുവെച്ചാൽ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്ത ഒരുപാട് ആൾക്കാർ. അവിടെയൊക്കെ നമുക്ക് 4 നേരം ദൈവം സുഭിക്ഷമായിട്ട് നമ്മളെ കൊണ്ടു നടക്കണം. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ അതുകൊണ്ടാണ്. ഓക്കെ. രണ്ടാമത്തത് റിയലൈസേഷൻ എന്ന് വെച്ചാൽ ചേട്ടൻ ചെയ്തു പോയ ചിലപ്പോൾ തെറ്റായിരിക്കാം, എന്തായാലും അത് റിയലൈസ് ആയി, തിരിച്ചറിവാണ്. ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അർഹതയില്ലാത്ത ആൾക്കാരെ നമ്മളെ കൂട്ടിയിട്ടുണ്ട്, കൊണ്ടായിരുന്നു. അത് ഞാൻ തിരിച്ചറിഞ്ഞ് ഇപ്പം ഞാൻ ഒരാളെയും ഇങ്ങോട്ട് കയറ്റുന്നില്ല. നമുക്ക് നമ്മുടേതായ എന്താ പറയുക, എനിക്കെപ്പോഴും എന്നേക്കാൾ മുകളിലുള്ള ആൾക്കാരോട് കമ്പനി അടിക്കുന്നേക്കാൾ കൂടുതൽ എന്നേക്കാൾ താഴ്ന്ന ആൾക്കാരോട് ഇടപെടാനാണ് എനിക്കിഷ്ടം. ഇപ്പം നാളെ ചേട്ടൻ കോൾ വരികയാണ്, ഒരു സെലിബ്രിറ്റി മമ്മൂട്ടിയോ മോഹൻലാലോ വിളിച്ചിട്ട് ഒരു എൻ്റെ കൂടെ ഫോട്ടോ എടുത്താൽ കൂടിക്കോ അല്ലെങ്കിൽ എൻ്റെ കൂടെ പോകില്ലെന്നോ എന്ന് പറയുകയാണെങ്കിൽ പോകില്ല. ഉറപ്പാണ്? ഉറപ്പായിട്ട് പോകില്ല. അതുകൊണ്ടല്ലേ ഇത്ര ധൈര്യമായിട്ട് സിനിമ പോലും വേണമെന്ന് പറഞ്ഞത്. ഇനി സിനിമയിലോട്ടില്ല അങ്ങനെ എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും, അത് വേറെ. പക്ഷെ അല്ലാതെ എനിക്ക് അങ്ങനെ ഇത് തന്നെ വേണമെന്നില്ല. എനിക്കിപ്പോൾ ഞാനിപ്പോൾ പോണ വേറൊരു സെറ്റപ്പിലാണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം കല്യാണ വർക്കുകൾ ഇഷ്ടംപോലെ ഉണ്ട്. എനിക്ക് നിന്ന് തിരിയാൻ പറ്റാത്തത്ര വർക്ക്. ഇപ്പം തന്നെ ഈ ചിങ്ങത്തിലൊക്കെ 10-12 വർക്ക് ബുക്കിംഗ് ആണ്. ഈ വരാൻ പോണത് അത് വെച്ചാൽ ആഗസ്റ്റിൽ സെപ്റ്റംബറിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴത്തെ വർക്ക് ഇപ്പോഴേ ബുക്കിംഗ് ആണ്. അപ്പം അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു 10-15 പേര് ഇവർക്ക് നമ്മളെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവർക്കൊക്കെ നമ്മളെ ഭാഗമാണ്. അതൊക്കെ ഒരു ഭയങ്കര രസമാണ്. പിന്നെ ഈ പാവപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയ നമ്മളെ കൊണ്ട്. ഇപ്പം എന്നെ കൊണ്ട് ചിലപ്പോൾ ഒരു 10,000-2,000 കൊടുക്കാൻ പറ്റുള്ളായിരിക്കും. പക്ഷേ അത് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിടുമ്പോൾ ഒരുപാട് പേര് അവരെ സഹായിക്കുമ്പോൾ അവർ പിന്നെ നമ്മളെ വിളിച്ചു പറയും, ചാർജേട്ടാ 1 ലക്ഷം രൂപ വന്നു കേട്ടാ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം അവർ നമ്മളെ പിന്നെ നമ്മൾ മോനെന്നൊക്കെ വിളിച്ചത് സംസാരിക്കുക, മോനെ വന്നു കേട്ടാ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഞാൻ പറയില്ലേ, നമ്മുടെ കയ്യിലൊന്നും ഇല്ലാതിരിക്കുമ്പോഴും ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചിരുന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ ചേട്ടാ താങ്ക്സ് ചേട്ടാ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു സന്തോഷം. അതൊക്കെ ഭയങ്കര എന്താ പറയുക, അത് നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. കാരണം ഞാൻ ഒരു സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ആഹാരം കഴിക്കണം, നല്ല സ്ഥലത്ത് താമസിക്കണം, നല്ല ഡ്രസ്സ് ഇടണം, അതൊക്കെ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. അത് ഇപ്പം എനിക്ക് അതിനുള്ള ആഗ്രഹമില്ല. പക്ഷേ ആർക്കെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമാണ്. അത് തിരിച്ചറിയണത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൊടുത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഈ വലിയ വലിയ ആൾക്കാരൊക്കെ ഈ പലർക്കും ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ആൾക്കാർ പറഞ്ഞു കിട്ടുന്ന സന്തോഷമല്ല, അവരുടെ വായിൽ നിന്ന് കേൾക്കണം. അതൊരു ഭയങ്കര സന്തോഷമാണ് റിയലായിട്ട്. പിന്നെ ഞാൻ പറയല്ലേ, നമ്മളിങ്ങനെ ആരെയും പറ്റിക്കാൻ വേണ്ടി ചെയ്യണമല്ലോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഞാൻ കൊടുക്കണമല്ല, എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കൊടുക്കുന്നത്. അതിൽ കിട്ടുന്ന സുഖം ഭയങ്കര രസമാണ്.
ചേട്ടന് ശരിക്കും സിനിമ ഫീൽഡിനോട് പാഷൻ ഇല്ല. എനിക്ക് ഫാഷനില്ല, സത്യമായിട്ട് ഫാഷനില്ല. സിനിമയുടെ ഒരു ഫാഷനുമില്ല, പണ്ടുമില്ല ഇപ്പോഴും ഇല്ല. ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്, അല്ലാതെ ജോലി കാശ് എൻ്റെ പാഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല എൻ്റെ ശരിക്കും പാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുടുംബം, നമ്മുടെ ഒരു സർക്കിളുണ്ട്, നമ്മൾ കുറച്ച് കൂട്ടുകാർ, എനിക്ക് ഇഷ്ടംപോലെ കൂട്ടുകാർ. 1ാം ക്ലാസ് പഠിച്ചവന്മാർ വരെ ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. എന്താ ഞാൻ ഈ ഇരിക്കണ ഇവനൊക്കെ ഒരു 20 വർഷത്തെ കൂട്ടാണ്. 20 വർഷം ഞാൻ ലൈറ്റ് ബോയ് ആയിട്ട് വന്ന സമയത്ത് അവനും ലൈറ്റ് ബോയ് ആയിട്ട് വന്നതാണ്. എൻ്റെ വർക്കൊക്കെ ചെയ്യണം അവനാണ്. എനിക്ക് അതാണ് എൻ്റെ ആഗ്രഹം. നമ്മളെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഒരുമിച്ച്, ഇതൊരു രസമാണ്. നമ്മൾ ഒരുമിച്ച് റൂമിൽ കിടന്ന് തുടങ്ങുന്നു, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോകുന്നു. ഇത് തന്നെയാണ് എൻ്റെ ആഗ്രഹം, അല്ലാതെ അതിനപ്പുറം ഒരു സാധനം എന്നൊക്കെ. ഓക്കെ, അടുത്തത് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ, നമ്മൾ തിരുത്തണം എന്ന് തോന്നുന്ന ഒരു കാര്യം, നമ്മളാവാം അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി ആവാം, എന്താണെങ്കിലും. അല്ല, അതാണ് പറഞ്ഞത്. ഞാൻ തിരുത്തിയാണ് ഇവിടെ എത്തിയത്. അപ്പോഴെനിക്ക് മനസ്സിലായത് നമ്മൾ ശരിക്കും നമ്മൾ അങ്ങനെയൊന്നും പോയി വലിയ സംഭവം കളിക്കേണ്ട. നമ്മൾ നമ്മുടേതായ രീതിയിൽ നിന്നിട്ട് നമുക്ക് പ്രതികരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ധൈര്യമായിട്ട് പ്രതികരിക്കണം. ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതായത് നമ്മൾ പ്രതികരിക്കണം. നമുക്ക് ആദ്യമൊക്കെ പേടി തോന്നും, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെല്ലാം ചെയ്യുമോ, ആരും ഒന്നും ചെയ്യില്ല, ഇനി അങ്ങനെ ചെയ്താൽ അങ്ങ് പോട്ടെന്ന് വയ്ക്കണം. സത്യം, നമ്മൾ മരണം വരെ അങ്ങനെ പറയുമല്ലോ, നമ്മൾ ജീവിക്കുന്ന 5 ദിവസമാണെങ്കിൽ 5 ദിവസം രാജാവിനെ പോലെ ജീവിക്കണം എന്ന് പറയും. പക്ഷേ രാജാവിനെ പോലെ ഇരിക്കുന്ന വെച്ചാൽ ജാടകനെ അങ്ങനെയല്ല പറഞ്ഞത്. നമുക്കൊരു ഇതിൻ്റെ അടുത്തൊരു കാര്യം പറയണ്ടേ, നട്ടൽ നിവർത്തി നമ്മൾ പറഞ്ഞ് പോയാൽ നമുക്ക് നിൽക്കാം. പിന്നെ ഞാൻ കഴിയണത് അങ്ങനെ അധികം കള്ളത്തരങ്ങൾ പറയാൻ നിൽക്കില്ല. എന്തുണ്ടെങ്കിലും സ്ട്രൈറ്റ് ഫോർവേഡ് ജെന്യുവനായിട്ടുള്ള കാര്യം വരുള്ളൂ. കഴിയണം സത്യം പറയാൻ നിൽക്കുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് മാറ്റി വെച്ചിട്ട് ഒരു നന്മ മരം, ഒരു ഭയങ്കര ഒരു പാവം പയ്യൻ, അങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാം. അങ്ങനെ ജീവിച്ചിട്ട് ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം നമ്മുടെ മക്കളും ഭാര്യയൊക്കെയാണ്. അവരെ മുമ്പേ നമ്മളെ ഉണ്ടായാലും നമ്മളെ ഈ മോങ്ങോടിയൊക്കെ അഴിയും. നമ്മളവിടെ അവർ നമ്മളെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ചിന്തിച്ചാൽ മതി. അവർ നമുക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണെങ്കിൽ നമ്മൾ ജെന്യുവനാണ്. അവർ നമ്മളെ മോശം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോശമാണ്. ഞാൻ അതിനുവേണ്ടിയാണ് ജീവിക്കണം. കാരണം എൻ്റെ അനിയത്തി, അച്ഛനമ്മ, ഞങ്ങളെ എല്ലാം ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. എന്നുവെച്ചാൽ എൻ്റെ അനിയനും കുടുംബവും താഴത്തെ നിലയിൽ, ഞാൻ മുകളിൽ താമസിക്കുന്നത്, എൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരുമിച്ചൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത്രയും കല്യാണം കഴിച്ച് 16 വർഷമായി. ഞാൻ ഈ 16 വർഷം ഞങ്ങളിങ്ങനെ ഒരുമിച്ച് താമസിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാമ്പൗണ്ടത് അനിയെ വീട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒറ്റ കാമ്പൗണ്ടില്ല, മതിൽ പോലും ഇല്ല. എൻ്റെ അനിയനും ഞാനും വീടെന്ന് പറയുന്നത് മതിലില്ല. എൻ്റെ അനിയത്തി ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിട്ടത് അപ്പുറത്ത് വേറെ അടുത്ത് തന്നെ. എല്ലാ ദിവസവും അവൾ വീട്ടിൽ വരും, വീട്ടിൽ വന്നിട്ടാണ് പോകണം. അവളുടെ മക്കൾക്ക് എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്. എന്ന് വെച്ചാൽ നമ്മുടെ സഹോദരങ്ങളെ ഒരുമിച്ച് നമുക്ക് നിൽക്കാൻ പറഞ്ഞെങ്കിൽ അത് തന്നെയാണ്. പിന്നെ ഒരു ചോദ്യം കൂടി, മലയാള സിനിമയിൽ ഒരു തിരുത്തൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരുത്തണമെന്നുണ്ടെങ്കിൽ ഷാരൂഖ് പയ്യാട് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തായിരിക്കും ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത്? അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ മാറണം. നേതൃത്വം മാറണം. കൃഷ്ണയുടെ എന്തോ ഒരു എനിക്ക് അയാളുടെ വിരോധമുണ്ട്, എനിക്ക് ദേഷ്യമുണ്ട്. കാരണം പേഴ്സണലി ദേഷ്യം വരെ എനിക്ക് അയാളായിട്ട് വേറെ ബന്ധമൊന്നുമില്ല. ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അയാളെ ഫോൺ വിളിച്ച് പറയണം, സാർ എന്നോട് ഇങ്ങനെ ഇവിടെ നിന്ന് പോകണം. ഞാനോട് പറഞ്ഞത് നിങ്ങളോട് നിൽക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ആര് സിനിമ ചെയ്യാൻ പറഞ്ഞു, നിങ്ങളിനി മലയാള സിനിമ ചെയ്യില്ല. ഇതാണ് അയാൾ എൻ്റെ പറഞ്ഞത്. ഞാൻ അവനെ പോടാൻ സെറ്റപ്പ് വേണം, അത്രേ ഉള്ളൂ. നമുക്ക് വീണ്ടും അവനെ നമുക്ക് കണക്കിയാണ്. സോഹൻലാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിന്നെ തട്ടിക്കളയും, നീ കൊച്ചിയിൽ ഇറങ്ങിക്കാലേ, അവനെ പോടാ, റൂട്ട് വേറെ, അതിനെ എനിക്ക് നമുക്ക് പുറത്ത് തരാൻ പറ്റില്ല. വെച്ചാൽ നമ്മുടെ ഇങ്ങോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അനി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ഒന്നും ചേട്ടാന്ന് പറയും, എന്താന്ന് ചോദിച്ചാൽ പോടാന്ന് പറയും, അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞില്ല, ഈ സാധാരണക്കാരന് മാത്രമേ, ലോക്കൽ പീപ്പിൾസ് എപ്പോഴും അങ്ങനെയാണ്. നമുക്കിതിന് താഴോട്ട് പോകാനില്ല, ഇത് തന്നെയാണ് നമ്മൾ. നമുക്കിനി മുകളിലോട്ട് പോകാനില്ല, മുകളിലോട്ട് പോകാൻ നമുക്ക് താല്പര്യമില്ല. നമുക്കിതാണ് നമ്മൾ റേഞ്ച്. നമ്മൾ ഇവിടുന്ന് താഴോട്ട് നമുക്ക് എത്ര തവണ പോകാൻ പറ്റും. എനിക്കൊക്കെ എന്ന് വെച്ചാൽ താഴോട്ടൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മൾ റേഞ്ചിൽ വരാൻ പറ്റില്ല. താഴോട്ട് പോയാൽ മുകളിലോട്ട് നമുക്ക് പോകാൻ താല്പര്യമില്ല. നമുക്ക് ഇതാണ് നമ്മുടെ റേഞ്ച്. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് തിരിച്ചറിവെന്ന് പറയും. നമുക്ക് അവിടെ നമ്മൾ എല്ലാം റെഡിയാണ്. നമ്മളൊന്നുമല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഞാൻ ഒന്നുമല്ല. ഞാൻ ഒരാളടുത്തും പറയില്ല നമ്മൾ വലിയ സംഭവമാണെന്ന്. നമ്മൾക്ക് ഓരോ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മളവിടെ മിണ്ടാതെ പോയിട്ട് പാവം പോലെ പടം എടുത്തിട്ട് നമ്മളെ വീട്ടിൽ പോകും. നമ്മളല്ലാതെ ഷോ ഓഫ് കാണിക്കാൻ നിൽക്കില്ല. അതിനാവശ്യമില്ല. ഷോ ഓഫ് കാണിച്ചാൽ പിടിച്ച് നിൽക്കാൻ പറ്റും.
പിന്നെ ജീവിതത്തിൽ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അതെല്ലാം സാധിച്ചു. സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുണ്ടായിരുന്നു, അത് കിട്ടി. ദൈവം 2 മക്കളെ തന്നു, നല്ലൊരു ഭാര്യ തന്നു. പിന്നെ സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ, ക്യാമറകൾ, കൂട്ടുകാർ, കൂടെ നിൽക്കാൻ കുറേ ആൾക്കാർ, അതൊക്കെ തന്നെയാണ്. ഇപ്പം എൻ്റെ കൂട്ടുകാർ എപ്പോഴും എന്താ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാൽ വർക്കിന് നമ്മളെയും കൂടെ എന്നെക്കാളും സീനിയറായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരും വിടാ വർക്കിന് വല്ലപ്പോഴൊക്കെ വിളിക്കണടാ, അതിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരാഗ്രഹമുണ്ട്. നമ്മളോട് വർക്ക് ചെയ്യാൻ ഒരാഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മളവിടെ വിജയിച്ചു. കാരണം നമ്മൾ അവർക്ക് കൊടുക്കുന്ന അവർക്കൊരു ഫ്രീഡമുണ്ട്. ഞാൻ ഇന്ന് വരെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളിന് അവരുടെ അടുത്ത് ഞാൻ ഒരു കാര്യത്തിന് എതിർക്കാൻ പോയിട്ടില്ല. അവർക്കൊരാവശ്യം പറഞ്ഞാൽ ചത്ത് നിൽക്കും. എതിർപ്പുണ്ടെങ്കിൽ പറയാത്ത അല്ല, ഒരാൾ പറയും നമുക്ക് ഇതിനടിയിലായാലും എന്നെ അറിയാന്നുള്ള ഒരാൾ വന്നിട്ട് പറയൂല ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിന് പോലും ഉപദ്രവിക്കാൻ നിൽക്കില്ല. അവരിൽ ഒരാവശ്യം പറഞ്ഞാൽ ഞാൻ ചെയ്യും. പലരും എന്നെ വിളിച്ച് പല കാര്യങ്ങളും ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കാൻ ഞാൻ അപ്പോഴും എൻ്റെ ഉണ്ടെങ്കിൽ കൊടുക്കും. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ അബദ്ധം പറ്റുന്ന വെച്ചാൽ ഈ പറഞ്ഞത് റോബിനുമായിട്ടൊരു കണക്ഷൻ വച്ചു. പക്ഷെ ഞാൻ പരിചയപ്പെടാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്നേക്കാൾ വലിയ ആൾക്കാരുമായിട്ടുള്ളൊരു കമ്പനി ഞാൻ വയ്ക്കാൻ പാടില്ലായിരുന്നു. അവിടെ ഞാൻ തോറ്റുപോയി. ഒരുപക്ഷെ അത് വന്നുകൊണ്ടായിരിക്കാം മേ ബി എന്നെ 10 പേര് തിരിച്ചറിഞ്ഞത്. അതും ഞാൻ പറയാം. ഈ ദൈവം നമുക്ക് ചില സമയത്ത് എന്തു പറയും, ചില ടേണിംഗ് പോയിന്റുകൾ തരും. അതെങ്ങനെയെന്നൊന്നും അറിഞ്ഞൂടാ. ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. ദൈവത്തിന് എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം കാണുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടായിരിക്കും ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ കാര്യങ്ങൾ അറിഞ്ഞു കേട്ട് പലരും വന്നിട്ട് അവർക്കും വേണമെന്നൊക്കെ പറഞ്ഞു വരണത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ പേടുന്ന നെട്ടാവട്ടത്ത് മര്യാദയ്ക്ക് ഒരുങ്ങിക്കൂടി നമ്മളെ കുറേ കൂട്ടുകാരന്മാരും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ജീവിതത്തിൽ പോയാണ്. പക്ഷെ ഇതിപ്പോൾ കുറേ കൂടെ വൈഡായിട്ട് ഇപ്പം കാസർഗോഡുള്ള ആൾക്കാർ വരെ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് പറയടാ ചേട്ടാ എന്തെങ്കിലും ഒന്ന് സഹായിക്കൂ, അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യൂ, റെഡി. ഇനിയിപ്പോൾ ഒരു കല്യാണം അവർക്ക് കാണും, ചേട്ടാ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കാം, ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. ചിലർ പറയും ചേട്ടാ എൻ്റെ കയ്യിൽ ഇത്ര രൂപയേ ഉള്ളൂ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ചിലർ പറയും ചേട്ടാ എൻ്റെ ഇത്ര രൂപയേ ഉള്ളൂ, മതി, അത് മതി, അങ്ങനെ ചെയ്ത് കൊടുക്കും. നമ്മളങ്ങനെയൊക്കെ നമ്മളങ്ങനെ ആരെയും വിഷമിപ്പിക്കുന്നത്. എൻ്റെ അടുത്ത് ഒരു ആവശ്യമായിട്ട് വന്നാൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണ് ഞാൻ ചെയ്ത് കൊടുക്കും. അതിപ്പോൾ എന്ത് കാര്യമല്ല, നമ്മൾ ഏത് രീതിയിലായാലും സഹായിക്കാൻ പറ്റും സഹായിക്കും, ഉപദ്രവിക്കാൻ നിൽക്കില്ല, അങ്ങ് വിട്ടായി. അല്ല, അതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം വെച്ചാൽ അല്ല, എനിക്ക് ഞാൻ പറയില്ല, എന്നെക്കാൾ വലിയ ആൾക്കാരുമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യം എന്നെ എത്രയോ പേര് മറ്റേ അവരുടെ ഷോപ്പിൽ മറ്റേ കൊളാബ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, പ്രൊമോഷൻ ചെയ്യണം, പൈസ തരാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയും ചേട്ടാ പൊന്നേട്ടാ, ഞാൻ കൊളാബറേഷൻ ചെയ്യണ ആളല്ല, ഞാൻ അങ്ങനത്തെ ആളല്ല, എനിക്ക് പൈസ വേണ്ട, എനിക്ക് ജോലി ചെയ്യണം. ജോലി ചെയ്ത് നമുക്കൊരു 1000 രൂപ കിട്ടുന്നത് നമ്മളല്ലാതെ ചുമ്മാ പോയിട്ട് വെറുതെ ഒന്ന് ഓസിനൊരു 10,000 രൂപ വാങ്ങിക്കണം തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ നമ്മൾ അധ്വാനിച്ച് വാങ്ങിച്ച് തിന്നു കഴിഞ്ഞാൽ അത് ദഹിക്കും, അത് രസമായിരിക്കും നമുക്ക്. പക്ഷെ നമ്മൾ വേറൊരുത്തന്നെ അത് പറ്റിച്ചാൽ അല്ലെങ്കിൽ ചുമ്മാ കിട്ടുന്ന പൈസയൊക്കെ നിൽക്കില്ല, അത് നിൽക്കില്ല. അത് ഞാൻ അനുഭവിച്ചതല്ല, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ പപ്പയ്ക്കും അമ്മയ്ക്കും ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡെയിലി പിരിവിന് വേണ്ടിയിട്ട് 10,000 രൂപ എടുക്കും, എന്നിട്ട് ഡെയിലി 110 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു. അന്ന് പൈസ കൊടുത്ത ആൾക്കാരിൽ നിന്ന് നേരാവണ്ണം ആഹാരം പോലും കഴിക്കാതെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ അന്ന് ഈ പലിശ കൊടുത്ത അവരെ മക്കളായ ഞങ്ങളൊക്കെ വ്യവസായിച്ച് കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് ആരെയും വലിപ്പിച്ചും തേപ്പിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും കാര്യം. എനിക്കൊരു സംശയം കൂടെ, ഇപ്പൊ ഇങ്ങനെ ഇതുപോലൊരു ഇന്റർവ്യൂ ആണോ ഈ പറഞ്ഞ മാതൃഭൂമി അല്ലെങ്കിൽ പേര് കേട്ട വേറെ ചാനലിൽ പോയി ഇരുന്നിട്ട് ഇവര് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ ഇതുപോലത്തെ ഇതിൽ കുറെ സാധനമുണ്ട്, എക്സ്ട്രാ ഉണ്ടായിരുന്നു? അത് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ബി ഉണ്ണികൃഷ്ണനെ പറ്റി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ കിടപ്പുണ്ട് ഇതിൽ. അപ്പോൾ അതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വേറൊരു മൂഡിൽ ചെയ്തതേ ഉള്ളൂ ആ ഇന്റർവ്യൂ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഘടനയുടെ അടിത്തറ എന്ന് പറയുന്നത് ഇവരാണ്, അതായത് തൊഴിലാളികളാണെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്തവർ. അങ്ങനെ പറഞ്ഞ സാധനങ്ങളാണ് ഇവർ ഇവര് വിളിച്ച് ബി ഉണ്ണികൃഷ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു. ബി ഉണ്ണികൃഷ്ണനും GS വിജയനും. അപ്പോൾ ഇവർ രണ്ടുപേരും ഡയറക്ടറാണ്. അപ്പോൾ ഇവരെ വിളിച്ച് പറഞ്ഞ് ആ ഇന്റർവ്യൂ കളഞ്ഞേ പറ്റുമെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ അവരിനി ഇവരെ ഒരു പ്രൊമോഷനും വിളിക്കില്ല. ഫിലിം പ്രൊമോഷനും മറ്റേ ഇന്റർവ്യൂ അങ്ങനത്തെ അപ്പൊ പിന്നെ അവര് നമ്മളെ വിളിക്കാൻ ചാൻസ് ഉണ്ട്, നിങ്ങളെ വിളിക്കാൻ ചാൻസ് ഉണ്ട് കൃത്യമായിട്ടുള്ള ഉണ്ടല്ലേ? അല്ല, ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാത്തവർക്ക് പേടിക്കേണ്ട കാര്യം എന്നെ അവരെന്തിനു പേടിക്കണേ? അല്ല, എന്നെ എന്തിനു പേടിക്കണേ? ഞാൻ ഒരു ചെറിയൊരു ഫോട്ടോഗ്രാഫർ അല്ലേ, അവർക്ക് വലിയ ഡയറക്ടർമാരും പ്രൊഡ്യൂസറൊക്കെ അല്ലേ. അപ്പൊ പിന്നെ എന്നെ പോലെ ഒരു ചെറിയ മാക്രിയെ അവർ പേടിക്കേണ്ട കാര്യമല്ലല്ലോ. നമ്മളെ ചെറിയ ഒരാളിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക്. എന്നെ പേടിക്കണമെന്നുണ്ടെങ്കിൽ
അവർ ഭാഗത്ത് 100% തെറ്റുള്ളതുകൊണ്ടാണ് അല്ലേ? നമ്മളെന്തുകൊണ്ടായിരിക്കും പേടിക്കുന്നത്? അത് തന്നെയാണ് റോബിൻ്റെ വിഷയത്തിലുണ്ടാകുന്നത്. ഞാൻ സത്യം വന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോയി. അത് സത്യം എന്നെ കൊണ്ട് പറയിച്ചതാണ്. ഞാൻ മര്യാദയ്ക്കിരുന്നതാണ്. എൻ്റെ വായിൽ കൊണ്ടുവന്നിട്ട് മറ്റേ കമ്പിട്ട് കുത്തിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം. ഞാനാണെങ്കിൽ നമ്മളെ സംഘടന നമ്മളെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാ പോയ കോടാലിയാണെന്ന്. സത്യമാണ്. എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ മര്യാദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതെ പൊട്ടന്മാരെ പോലെ നിൽക്കും. ദേഷ്യമൊക്കെ വരുമ്പോൾ ഈ ഉള്ളതെല്ലാം കൂടെ ഞാൻ അവിടെ നിന്ന് കക്കിയിട്ടങ്ങ് പോകും. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ വന്ന് പറയും, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഈ സത്യമൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വെട്ടി തുറന്ന് പറയും. അല്ലാതെ പിന്നെ ഞാൻ കള്ളത്തരം അങ്ങനെ, കാരണം കള്ളം പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പതപ്പിച്ച് ഒലിപ്പിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം എനിക്ക് പറഞ്ഞാൽ മതി. ഇതെനിക്ക് പിന്നെ മൈൻഡിലിട്ട് വീണ്ടും 5 പ്രാവശ്യം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 5 രീതിയിലായിരിക്കും പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വിളിച്ച് ചോദിച്ചാലും ഇതേപോലെ പറയുള്ളൂ. എനിക്ക് ഇത്തിരി മറതിയുണ്ട്. ചില കാര്യം ഭയങ്കരമായിട്ട് മറന്നു പോകും. കല്യാണങ്ങൾ ചില സമയത്ത് ഇവരാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു വർക്ക് ബുക്ക് ചെയ്താൽ പറഞ്ഞാൽ ഞാൻ എഴുതിയിടും. അത് പറയാൻ നിൽക്കണ്ട, ഇനി എല്ലാവരും പറയും മറന്നു വേറെ എന്തോ പറയാം. അല്ലല്ല, ഞാൻ എഴുതിയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു കാര്യം ഞാൻ അതുകൊണ്ട് എല്ലാ കാര്യം സത്യം പറഞ്ഞങ്ങ് പോകും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയെന്ന് പറയും. അതെ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ചേട്ടാ. എന്തായാലും നല്ലൊരു സെഷനായിരുന്നു. അത് ഇത്രയും ബിസി ആയിട്ടുള്ള ടൈമിൽ ഞങ്ങൾക്ക് ചേട്ടൻ വന്നില്ല, ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇന്റർവ്യൂ എടുത്തു. കൊച്ചിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇതും കൂടെ ഇരിക്കാം. ഇതിനെന്തെങ്കിലും ഒക്കെ ഒരു പ്രോഗ്രസ് ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും മാറ്റം ഈ പറയുന്ന ഒരു മാറ്റമില്ല, ഇങ്ങനെയൊക്കെ പോകും. ഇവരൊക്കെ തന്നെ ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇവരൊക്കെ തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനൊന്നും പോകില്ല. അങ്ങനെ സിനിമ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇടിച്ചു നിൽക്കും. അങ്ങനെയൊക്കെ വരുമെന്നേ, അങ്ങനെയൊക്കെ വരാതിരിക്കില്ല. കാരണം എന്തോ ദൈവം ചില സമയത്ത് അങ്ങനെയൊക്കെയാണ്. നമ്മൾ എന്താ പറയുക, ഈ കള്ളത്തരങ്ങളൊക്കെ എല്ലാവർക്കും അല്ല, ഈ അങ്ങനെ ഈ തൊഴിലാളികളൊക്കെ പറ്റിച്ചിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നേ, അത് പ്രശ്നമാണ്. നിങ്ങൾ നോക്ക്, ഇന്ന് വരെ എത്രയോ വലിയ കോടീശ്വരന്മാരെ എനിക്കറിയാം അവസാനം പിച്ചച്ചട്ടിയായിട്ടൊക്കെ പോയിട്ടുണ്ട്. അല്ല സത്യം, ഈ ആൾക്കാരെയൊക്കെ വലിപ്പിച്ചും പറ്റിച്ചൊക്കെ ഉണ്ടാക്കണവരെയൊക്കെ അവസ്ഥ ഇതാണ്. അത് എങ്ങനെയാണ്? മുതലാളിത്ത ഭരണം മാറട്ടെ. അതെ, ഡയലോഗ് അടിക്കും എല്ലാവരും, കമ്മ്യൂണിസം പറയും, നടക്കൂല. ഓക്കെ, എന്തായാലും താങ്ക് യു ചേട്ടാ. അടുത്ത പ്രാവശ്യം നമുക്കിരിക്കാം. ഓക്കെ, ബൈ.